ചതുർമുഖസമാരംഭം വാഗ്ഭടാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. രാഗാതിരോഗൻ സതതാനുഷക്താൻ ശേഷകായ പ്രസൃതാൻ ശേഷൻ ഔത്സുക്യമോഹാരദിതാൻ ജഘാന യോ പൂർവവൈദ്യായ നമോസ്തു തസ്മൈ. ഈ സൗണ്ട് കുറവാ മതിയാവണില്ല അല്ലേ? പ്ലേ കേൾക്കണ്ടോ? ആയിക്കോട്ടെ സാറേ. ഇന്ന് ഈ സദസ്സിലുള്ള വേദിയിലുള്ള എല്ലാ മഹജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാനൊരു പ്രഭാഷകനല്ല. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു വൈദ്യനാണ്, ഒരു അധ്യാപകനാണ്. ഇത് ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വേദികൾക്ക് അതിൻ്റേതായ ചില ചട്ടക്കൂടുകളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടാണ്. യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ സംഗതിവശാൽ ഞാനൊരു പ്രഭാഷകൻ്റെ വേഷത്തിൽ ഇരിക്കുകയാണ്. അത് ഒരുപക്ഷെ മള്ളിയൂർ ഗണപതിയുടെ അനുഗ്രഹം, ഇപ്പോൾ ഇവിടെയുള്ള തിരുമേനിമാരുടെ എന്നോടുള്ള സ്നേഹം എന്നൊക്കെ വിചാരിച്ചാൽ മതിയാവും എന്നാണ് തോന്നുന്നത്. ഒപ്പം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട്, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹവും ഭാഗവത ഹംസം എന്ന പേരിലെ ലോകപ്രശസ്തനായിട്ടുള്ള മള്ളിയൂർ തിരുമേനിയും തമ്മിൽ നിലനിന്നിരുന്ന പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു കാണാച്ചരടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. ഗുരുനാഥൻ്റെ അടുത്ത് പല വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ, കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇരുന്ന് വൈദ്യം പഠിച്ചുകൊണ്ടിരുന്നിരുന്ന കാലത്ത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഊന്നുവടി പോലെ കേരളത്തിൽ അവിടെയും ഇവിടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നിരുന്ന സമയത്ത് ഒക്കെ അദ്ദേഹം മള്ളിയൂർ തിരുമേനിയെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാറുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് ആ രണ്ട് മഹാത്മാക്കളെയും ബഹുമാന പുരസ്സരം ഓർത്തുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് വിഷയാവതരണം നടത്താൻ തുനിയുകയാണ്. ദൈനംദിന ജീവിതവും ആധ്യാത്മികതയും എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കേണ്ടുന്നതായിട്ടുള്ള വിഷയം. യഥാർത്ഥത്തിൽ വൈദ്യവും ആധ്യാത്മികതയും തമ്മിൽ എവിടെയോ ഒരു ചേരായകയുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും പറയും, ഏകം ശാസ്ത്രം വൈദ്യം അധ്യാത്മകം വാ എന്നാണ്. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്നുള്ള മട്ടം. കാരണം സാമ്പ്രദായികമായിട്ടുള്ള അർത്ഥത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ എന്നേക്കാൾ ധാരാളമായിട്ട് അറിയുന്ന ആളാണ്. എന്നാലും എന്നെക്കൊണ്ട് അറിയുന്നത് പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. വൈദ്യം എന്ന് പറയുന്നത് എന്തായാലും അങ്ങേയറ്റം ലൗകികമായിരിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്നതാണ്. തികഞ്ഞ ലൗകിക ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രമാണ് വൈദ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു അധികാരി എന്ന നിലയിൽ ഞാനിത് എത്ര കണ്ട് സംസാരിക്കാൻ പാടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ
എവിടെ ആര് പ്രഭാഷണത്തിന് വിളിച്ചാലും അദ്ദേഹം കഴിയുന്നതും ഏൽക്കും. അത് ഈ പറഞ്ഞതുപോലെ ഉള്ള ഭാഗവത സത്രത്തിൻ്റെ പ്രഭാഷണമായാലും ശരി, ഗീതാജ്ഞാന സത്രമായാലും ശരി, ഇങ്ങേയറ്റത്ത് യുക്തിവാദികളുടെ സമ്മേളനമായാലും ശരി, ആവുന്നതും അദ്ദേഹം പ്രഭാഷണം ഏൽക്കും. എന്നിട്ട് എവിടെ ചെന്നാലും പറയുന്ന വിഷയം ആയുർവേദമായിരിക്കും. ആയുർവേദത്തെ എങ്ങനെയാണ് നല്ല മനുഷ്യന്മാരുള്ള സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പ്രസംഗിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ഗുരുനാഥനെ പിൻപറ്റുന്ന ഒരു ശൈലി പിന്തുടർന്നുകൊണ്ട് ഈ കാര്യം ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആധ്യാത്മികത എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ പ്രയോജനകരമാവുക, പ്രയോഗിക്കുക, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ വാക്കിനെയാണ് പരിശോധിക്കുക. ഒരു സാമ്പ്രദായിക രീതി അനുസരിച്ച് ആധ്യാത്മികം എന്നുള്ളതിന് എന്തൊക്കെ അർത്ഥമുണ്ടാവാം എന്നന്വേഷിച്ചാൽ ഒരുപക്ഷെ അത് തന്നെ വലിയ ഒരു വിചാരസത്രത്തിനുള്ള വിഷയമാണ്. സാധാരണഗതിയിൽ സാമ്പ്രദായികമായ മട്ടിൽ ആത്മാനം അധികൃത്യ ഭവം എന്നാണ് ആധ്യാത്മികം എന്ന് പറയുന്ന ആ പദത്തിനെ മനസ്സിലാക്കുക. ആത്മാനം അധികൃത്യ ഭവം ആധ്യാത്മികം എന്ന് വെച്ചാൽ ആത്മാവിനെ അധികരിച്ചു കൊണ്ടുള്ളത്, ആത്മാവിനെ ആധാരമാക്കിക്കൊണ്ട് പ്രതിപാദിക്കുന്നത്, ചുരുക്കത്തിൽ ആത്മാവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. ആത്മാവുമായി ബന്ധപ്പെട്ടത് എന്തോ അതാണ് ആധ്യാത്മികം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉടനെ അതിൽ നിന്ന് ഒരു ജിജ്ഞാസയുണ്ട്, ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എന്താണ് ആത്മാവുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ? കാരണം അങ്ങനെയാവുമ്പോൾ എന്താ ആത്മാവ് എന്ന ചോദ്യമാണ് അതിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായിട്ട് വരിക. എന്താണ് ആത്മാവ്? എന്താണ് ആത്മാവ് എന്ന ചോദ്യത്തിന് വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തല്ല ആത്മാവ് എന്നായിട്ട് മാറും ചിലപ്പോൾ. കാരണം ഈ ആത്മശബ്ദം ഒരുപാട് അർത്ഥത്തിൽ, ഒരുപാട് പ്രകരണങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അർത്ഥകൽപ്പന വെച്ച് നോക്കിയാൽ ഈ ജഡമായിരിക്കുന്ന ശരീരത്തിൽ എല്ലാ സമയവും ഉണർന്നിരിക്കുന്നതായി യാതൊരു തത്വമുണ്ടോ അതാണ് ആത്മാവ് എന്ന് ഒരു വിശദീകരണം. ആത്മാവില്ല എന്ന് വെച്ചാൽ ഈ ശരീരം വെറും ഈ സ്റ്റാൻഡ് പോലെയോ ഈ ഇരിപ്പിടം പോലെയോ ഒക്കെ ഒരു ജഡമായിട്ടുള്ള വസ്തുവാണ്. അപ്പം അചേതനമായിരിക്കുന്ന വെറും പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയായിട്ടിരിക്കുന്ന ഈ ജഡപിണ്ഡത്തെ സചേതനമാക്കി മാറ്റുന്നത് എന്തോ ആ തത്വമാണ് നമ്മൾ പൊതുവെ ആത്മാവ് എന്ന് പറയുന്നത്. വീണ്ടും ആധ്യാത്മികത്തിലേക്ക് പോയാൽ ആ ആത്മാവിനെ സംബന്ധിച്ച് നടത്തുന്ന ആലോചനകൾ, അതിനെ സംബന്ധിച്ച് നടത്തുന്ന വിശകലനങ്ങൾ, പഠനങ്ങൾ, ഇതൊക്കെ ആധ്യാത്മികമായൊരു വിഷയമാണ് എന്ന് വരും. പെട്ടെന്ന് നമ്മളൊന്ന് ആയുർവേദത്തിലേക്ക് കടന്നാൽ ആയുർവേദം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വിശദമായ ഒരു പരിഗണന അല്ലെങ്കിൽ പര്യാലോചന നടത്താനുള്ള സാവകാശം നമുക്കില്ല. എന്നാലും ഭൂരിഭാഗം പേർക്കും ആയുർവേദം എന്നാൽ എന്താണ് എന്നൊരു ധാരണയുണ്ട് എന്ന സങ്കല്പത്തിൽ ഞാൻ പറയുകയാണ്. ഒരാളിനെ സംബന്ധിച്ച്
പൂർണ്ണനായ ഒരാളിനെ സംബന്ധിച്ച് 4 കാലുകൾ ചേർന്നതാണ് ഒന്ന് ആണല്ലോ. 4 കാലുകൾ ചേർന്നാണ്, കാല് കാല്, അര അരയും പിന്നെ ഒരരയും ചേർന്നാൽ 1 എന്നുള്ള അർത്ഥത്തിൽ നോക്കിയാലും 4 കാലുകൾ ചേർന്നാണ് പൂർണ്ണമായ 1 ഉണ്ടാകുന്നതെങ്കിൽ ഒരു പൂർണ്ണനായ ആളിനെ സംബന്ധിച്ചുള്ള ആ 4 കാലുകൾ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പിന്നെ ആത്മാവ് എന്നുള്ളതാണ്. വൈദ്യത്തിൽ ശരീരേന്ദ്രിയ സത്വാത്മസംയോഗ എന്ന് പറയും. ശരീര ഇന്ദ്രിയ സത്വ ആത്മസംയോഗമാണ് ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ശരീരേന്ദ്രിയ സത്വാത്മസംയോഗമാണ്. അതിൽ ആത്മാവൊഴിച്ച് ശരീരം, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, പഞ്ച ഇന്ദ്രിയങ്ങൾ. സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഈ 3 ആത്മാവൊഴികെ വരുന്ന ഈ 3 അപാരമായ ശേഷികളുള്ള ഉപകരണങ്ങളാണ്. പല ശേഷികളും അവിശ്വസനീയങ്ങളാണ്. ശരീരത്തിൻ്റെ ശേഷിയാവട്ടെ, ഇന്ദ്രിയങ്ങളുടെ ശേഷിയാവട്ടെ, മനസ്സിൻ്റെ ശേഷിയാവട്ടെ അപാരമാണ്. പക്ഷേ അതെല്ലാം വളരെ വില കൂടിയ, വളരെ ഗഹനമായ യന്ത്രങ്ങൾ പോലെയാണ്. അതിനകത്തേക്ക് വൈദ്യുതിയുടെ പ്രവാഹമില്ല എങ്കിൽ, അല്ലെങ്കിൽ മുഴുവനായി ചാർജ് ചെയ്തിട്ടുള്ളൊരു ബാറ്ററി അതിനകത്ത് ഇല്ല എങ്കിൽ വെറും പാഴ്വസ്തുക്കളാണ്. ആ വൈദ്യുതിയുടെ, ആ ചാർജ് ചെയ്ത ബാറ്ററിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വളരെ ഗഹനമായ ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുന്നതേത്? അതാണ് ആത്മാവ് എന്നാണ് ആയുർവേദ സങ്കല്പം. ശരീരേന്ദ്രിയ സത്വാത്മസംയോഗ, അതിൻ്റെ ചേർച്ചയാണ് ശരീരം എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവിൽ ആധ്യാത്മികം എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കാറ്. നമ്മൾ അങ്ങനെ മാത്രമൊന്നുമല്ല ഉപയോഗിക്കാറ്. പ്രത്യേകിച്ചും ഈ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ വളരെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ച് നോക്കി, ഭാരതത്തിൽ മാത്രമല്ല മനുഷ്യനുണ്ടായിട്ടുള്ള എല്ലാ ദിക്കിലും ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഈ ആത്മാവിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പിടികിട്ടാപ്പുള്ളിയാണ്. എന്താണ് ഇയാൾ കാണിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജ്ഞാന സമ്പ്രദായങ്ങളിലും, എല്ലാ ജ്ഞാനശാഖകളിലും, മതങ്ങളിലും, ദർശനങ്ങളിലും ഒക്കെ തന്നെ ഈ ആത്മാവ് ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇത്തരം ഓരോ അടരുകൾ ആത്മാവിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള, ഋജുവായിട്ടുള്ള ഒരു അർത്ഥകൽപ്പനയ്ക്ക് അപ്പുറത്ത് ആത്മാവിന് പല അർത്ഥങ്ങളും വന്നു ചേരും. ആധ്യാത്മികതയ്ക്കും അതിനനുസരിച്ച് പല അർത്ഥങ്ങളും വന്നു ചേരും. പൊതുവിൽ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മൾ ഏതൊക്കെയോ അർത്ഥത്തിൽ ഒരു ലൗകികമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും മാറി നിന്ന് അനുഷ്ഠിക്കേണ്ടുന്നതായ, ആലോചിക്കേണ്ടുന്നതായ ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. അത് വേറെ ആളുകൾ ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണക്കാർ, നമ്മൾ ലൗകികരായിട്ടുള്ള ആളുകൾ, നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആചാരങ്ങളിൽ, ചില ഭക്തിയുടേതായ ചില പ്രകടനങ്ങളിൽ ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ് പതിവ്. അങ്ങനെ നമ്മൾ ധരിക്കാറുള്ളൂ, അതിൻ്റെ ആവശ്യവുമുള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ചെന്നർത്ഥം. പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ചിന്തയുടെ ഒരു ആഴം, പരപ്പും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ജീവതത്വം ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അയാളുടെ ഐഡൻറ്റിറ്റിയെ ഏറ്റെടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ആത്മാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചായ്വുകളുണ്ടോ, നിറമുണ്ടോ, മണമുണ്ടോ?
അയാൾക്ക് ആഗ്രഹങ്ങളുണ്ടോ? അയാൾക്ക് വെറുപ്പുണ്ടോ? ദർശനങ്ങളിലൊക്കെ നോക്കിയാൽ നമ്മൾ കാണും ആത്മഗുണങ്ങൾ എന്ന പേരിൽ കാണും. ആത്മാവിന് ചില ഗുണങ്ങൾ, ചില പ്രോപ്പർട്ടീസ് സങ്കല്പിച്ചു കൊടുത്തിരിക്കുക. എന്താ പ്രോപ്പർട്ടീസ്? ഇച്ഛ, സുഖം, ദുഃഖം, ദ്വേഷം, പ്രയത്നം, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളെ ഇതൊക്കെ ആത്മാവിൻ്റെ ഗുണങ്ങളാണ് എന്ന് സങ്കല്പിക്കും. പക്ഷേ ഇയാളിതൊന്നും പുറത്ത് കാണിക്കാറില്ല. അയാളൊരു തികഞ്ഞ മടിയനായിട്ടിരിക്കുകയാണ് പതിവ്. യാതൊന്നിലും താല്പര്യമില്ലാതെ തികഞ്ഞ ഉദാസീനൻ, അലസൻ, മടിയനായിട്ടിരിക്കാറാ പതിവ്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പുറത്ത് കാണുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഒരു വ്യക്തമായി തീരുന്നത് എന്ന് ആലോചിച്ചാൽ അവിടെയാണ് നമുക്ക് യഥാർത്ഥ പ്രതിയെ പിടിക്കേണ്ടി വരിക. യഥാർത്ഥ പ്രതി എന്ന് ഞാൻ പറയുന്നത് മനസ്സിനെക്കുറിച്ചാണ്. നമ്മളെപ്പോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആത്മാവ് എന്ന സങ്കല്പം എല്ലാ സമയത്തും ചേർന്നിരിക്കുന്നത് മനസ്സിനോട് കൂടിയ ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സും കൂടെ ചേർന്നിട്ടല്ലാതെ വ്യക്തിയുടെ തലത്തിൽ ആത്മാവിനെ പറ്റിയിട്ടുള്ള ചിന്തയേ ഇല്ല എന്നർത്ഥം. ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ ആത്മഗുണങ്ങളായിരിക്കുന്ന ഈ പറയുന്ന ഇച്ഛ, സുഖം, ദ്വേഷം, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, രാഗങ്ങൾ, വെറുപ്പ്, ഇങ്ങനെയുള്ള പല സംഗതികളെയും മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത്, പ്രകടമാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആധ്യാത്മികം എന്നുള്ളൊരു വാക്ക് നമ്മൾ ആത്മാവിനെ അധികരിച്ച് എന്ന നിലയിൽ വ്യാപകമായി വ്യാകരണപരമായി ആലോചിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് മനസ്സിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ആത്മാവിനെ സംബന്ധിക്കുന്ന ആലോചന എന്നുള്ള അർത്ഥത്തിലാണ്. ആ മനസ്സിനെയാണ് ഏത് തരത്തിൽ നിയന്ത്രിക്കാം എന്നത് സംബന്ധിച്ച് ഏറ്റവും വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആത്മാവിനെ നിയന്ത്രിക്കാമെന്നല്ല, ആത്മാവിന് ഒരു നിയന്ത്രണവും ആവശ്യമുള്ള സംഗതിയല്ല എന്നർത്ഥം. ആത്മാവിന് നിറം കൊടുക്കുന്നത്, ആത്മാവിനെ കൊണ്ട് ഇച്ഛ മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത്, സുഖം ആഗ്രഹിപ്പിക്കുന്നത്, ദുഃഖം വെറുപ്പിക്കുന്നത്, പ്രയത്നത്തിന് മുൻകൈയെടുപ്പിക്കുന്നത് എല്ലാം തന്നെ ആരാണ്? മനസ്സാണ് എന്നർത്ഥം. ഈ മനസ്സ് ഒരു മഹാസൂത്രശാലിയായിട്ടുള്ള കഥാപാത്രമാണ്. പല തരത്തിലാണ് ഈ മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള കൽപ്പനകൾ വരിക, അല്ലേ? ഏറ്റവും രസകരവും ഏറ്റവും പ്രചാരത്തിലുള്ളതുമായ ഒരു കൽപ്പന മനോമർക്കടഃ എന്നാണ്. എന്താ? മനോമർക്കടഃ. മർക്കടൻ എന്ന് പറഞ്ഞാൽ ആരാ? മർക്കടനാരാ? കുരങ്ങനാണ്. മനസ്സിനെ ഒരു കുരങ്ങനായിട്ടാണ് പലപ്പോഴും ചർച്ച ചെയ്യാറ്. അതെന്താ കാരണം? കുരങ്ങനെ പോലെയാണ് പെരുമാറുക എന്നർത്ഥം. ഒരു ദിക്കിലടങ്ങിയിരിക്കുന്ന സ്വഭാവം അതിനില്ല. ചില്ലയിൽ നിന്ന് ചില്ലയിലേക്ക്, എടുപ്പിൽ നിന്ന് എടുപ്പിലേക്ക്, മോളിൽ നിന്ന് താഴേക്ക് ഒക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആരുടെ സ്വഭാവം? കുരങ്ങൻ്റെ സ്വഭാവം. ആ സ്വഭാവം അതേപടിയുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിനെ എന്ത് പറയും? മനോമർക്കടഃ എന്ന് പറയും. ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു താല്പര്യമാണ്. ഈ മനോമർക്കടത്വത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നുള്ളിടത്താണ് സാധാരണക്കാരെ സംബന്ധിച്ചിട്ടുള്ള ആധ്യാത്മിക ചിന്ത ആരംഭിക്കേണ്ടതും നമ്മളെ പ്രവർത്തിപ്പിക്കേണ്ടതും എന്ന് ചുരുക്കം. ഇത് സാധാരണക്കാരെ പറ്റി മാത്രമല്ല കേട്ടോ, ഈ പല ദർശനങ്ങളും തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗം എന്ന് പറയുന്ന യോഗദർശനം എന്ന് പറയുന്ന ഒരു വലിയ ജ്ഞാനശാഖ തന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താ? യോഗഃ ചിത്തവൃത്തി നിരോധഃ എന്ന് പറഞ്ഞിട്ടാണ്.
ഒരു ദർശനം തന്നെ മാറ്റിവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്, വികസിച്ചിട്ടുള്ളത് എങ്ങനെ മനസ്സിൻ്റെ ഈ മർക്കടത്വത്തെ നിയന്ത്രിച്ച് അയാളെ ടൈം ചെയ്യാം, നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിലാക്കാം. അയാൾക്ക് തോന്നിയത് ചെയ്യില്ല, നമ്മൾ പറയുന്നതേ ചെയ്യുള്ളൂ. ആരായി നമ്മൾ? അത് വേറൊരു വിഷയം. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മുണ്ട്, എൻ്റെ ഈ പുതപ്പ്, എൻ്റെ കണ്ണട എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പ്രസാദിൻ്റെ എന്ന് പറയാം. അപ്പോൾ ആരാ പ്രസാദ് എന്ന് ചോദിച്ചാൽ അത് ആ സ്റ്റേജിലിരിക്കുന്ന ആളാണെന്ന് പറയാം. ഞാൻ തന്നെ എൻ്റെ കയ്യ്, എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ആരാ പറയണത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മനസ്സിനോട് കൂടി ചേർന്നിരിക്കുന്ന ആത്മാവ്. ആ ആത്മതത്വമാണ് എൻ്റെ, ഞാൻ എന്നുള്ള തോന്നലുണ്ടാക്കിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആത്മാവിനുള്ളതല്ല. ആർക്കുള്ളതാണ്? മനസ്സിനുള്ളതാണ്. അപ്പം മനസ്സ് എന്ത് ബോധത്തെ ഉണ്ടാക്കിക്കുന്നു? ഞാൻ എന്നുള്ളത്. അങ്ങനെ മനസ്സ് എന്ത് ചെയ്യുന്നറിയോ? ഈ മുഴുവൻ ലോകത്തെയും, ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ രണ്ടാക്കി തിരിക്കും. എങ്ങനെയാ രണ്ടാക്കി തിരിക്കുക? ഞാനും ഞാനല്ലാത്തതും. ഞാനും ഞാനല്ലാത്തതും. ലോകത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഞാൻ, രണ്ട് ഞാൻ ഒഴികെ ബാക്കിയുള്ളതെല്ലാം. ഈ ബോധം അഹം, അഹം എന്ന് പറഞ്ഞാരാ? ഞാൻ എന്നാണ്. അഹം ബോധം, അഹംകാരം എന്നൊക്കെ നമ്മൾ പറയണത് അതൊരു ധിക്കാരത്തിൻ്റെ അർത്ഥത്തിലല്ല, അറഗൻസ് എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഞാനല്ലാത്തതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ്. അതിനെ സംബന്ധിച്ചാണ്. ആ മനസ്സ് അടിസ്ഥാനപരമായി 3 ഗുണങ്ങളോട് കൂടിയതാണ് എന്നാണ് നിരീക്ഷിച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ 3 ഗുണങ്ങൾ? സത്വം, രജസ്, തമസ് എന്നാണ്. ഈ സത്വരജസ് തമസ്സുകളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് മനസ്സ്. മനസ്സിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞ് നിർത്തണമെന്നില്ല. ഇതിൻ്റെ 3ൻ്റെയും ചേർച്ചയാണ് മനസ്സ്. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. ഇതാണ് മർക്കടൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. നിയന്ത്രിക്കപ്പെട്ട മർക്കടനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. രജസ് കടുത്ത ആസക്തികളെ ഉണ്ടാക്കുന്ന ഒരു ഗുണമാണ്. കടുത്ത ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഗുണമാണ്. ആ ആഗ്രഹങ്ങൾ സാധൂകരിക്കാനും സാധിക്കുവാനും വേണ്ടിയിട്ട് ഏതറ്റം വരെയും യുദ്ധം ചെയ്യാനുള്ള മനസ്സ് ആണ് രജസ് നമുക്ക് തരുന്നത്. തമസ്സാണെങ്കിലോ, തമസ് ഭയത്തിൻ്റേതാണ്, വെളിവില്ലായ്മയുടെയാണ്, ഇരുട്ടിൻ്റേതാണ്. തമസ് എന്നുള്ള വാക്കിനർത്ഥം തന്നെ ഇരുട്ട് എന്നാണ്. ലജ്ജയുടേതാണ്, പിന്തിരിയലിൻ്റേതാണ്, മടിയുടേതാണ്, നാണത്തിൻ്റേതാണ്. ഇതിൻ്റെ നേർ വിപരീതമായിട്ടാണ് രജസ് പെരുമാറുന്നത്. എടുത്തുചാട്ടത്തിൻ്റേതാണ്, യുദ്ധത്തിൻ്റേതാണ്, വാശിയുടേതാണ്, വെട്ടിപ്പിടിക്കലിൻ്റേതാണ്, കീഴടക്കലിൻ്റേതാണ്. ഇത് രണ്ടുമില്ലാണ്ട് ലോകം നിലനിൽക്കില്ല. പക്ഷേ കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞതുപോലെ തോന്നിവാസം ചെയ്യാൻ തോന്നുന്ന സമയത്ത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ലജ്ജയെങ്കിലും നമുക്ക് വേണമല്ലോ. ഇത് 4 ആൾ കാണെ ചെയ്യാൻ കൊള്ളാത്ത കാര്യമാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു നാണമെങ്കിലും നമുക്ക് വേണമല്ലോ. അത് തമസുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നിലനിന്നു പോവാനുള്ളതായ ഒരു ധൈര്യം, അതിനാവശ്യമായിരിക്കുന്ന ഒരു പൊരുതൽ ശേഷി, ഇതെല്ലാം രജസില്ലാണ്ട് നടക്കില്ല. പിന്നെന്താ ഇതിനുള്ള തകരാറ്? ഈ 3 എണ്ണത്തിനെ നമ്മൾ ത്രിഗുണങ്ങൾ എന്ന് പറയുമെങ്കിലും ഇതിൽ രജസ്സിനെയും തമസ്സിനെയും മാത്രം എടുത്തു വെച്ചുകൊണ്ട് ദോഷങ്ങൾ എന്നാണ് പറയുക. സത്വത്തിനെയല്ല, രജസ്സിനെയും തമസ്സിനെയും മാത്രം എടുത്തു വച്ചിട്ട് ദോഷങ്ങൾ എന്നാണ് പറയുക.
സത്വത്തിനെ ദോഷം എന്ന് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ദോഷം എന്നുള്ള സംഗതിക്ക് നമ്മൾ സാധാരണഗതിയിൽ കൽപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട്. അതെന്താ അർത്ഥം? ഒരു മോശമായിരിക്കുന്ന ഒരു സംഗതി എന്നാണ്. അയാൾക്ക് പല ഗുണങ്ങളുണ്ടാവും, പക്ഷെ ഒരു ദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മോശം കാര്യം അയാളുടേതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. ഇതാണ് സാധാരണഗതിക്ക് നമ്മൾ ദോഷത്തിന് അർത്ഥം പറയുക. പക്ഷെ ദോഷത്തിന് വേറെ ഒരു അർത്ഥമുള്ളത് പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ്. ദോഷത്തിന് പ്രവർത്തിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ട്. അപ്പോൾ ഈ രജസ്സിനെയും തമസ്സിനെയും ദോഷങ്ങൾ എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ മനസ്സാകുന്ന മർക്കടനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ രജസ്സും തമസ്സും സത്വത്തിൻ്റെ ചൊൽപ്പടിയിലായിരിക്കണം. സത്വം എന്ന് പറയുന്നത് കല്യാണാംശത്വം കൊണ്ട് ദോഷഭാവമില്ലാത്തതാണ്. രണ്ടർത്ഥത്തിലും. അതിനൊരു നെഗറ്റീവ് ട്രേറ്റ് ഇല്ല എന്ന് മാത്രമല്ല, അതിന് പ്രവർത്തിക്കാൻ താല്പര്യവുമില്ലാത്തതാണ്. അതുകൊണ്ടും അത് ദോഷമല്ല എന്നർത്ഥം. പക്ഷേ ആ സത്വത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന രജസ്തമസ്സുകളെ കൊണ്ടാണ്, അതിനുള്ള ഉപായം അന്വേഷിച്ചുകൊണ്ടാണ് ലൗകിക ജീവിതത്തിൽ ആധ്യാത്മികതയെ കണ്ടെത്താൻ സാധിക്കേണ്ടത് എന്ന് ചുരുക്കം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുരുഷാർത്ഥം എന്ന് നമ്മൾ പറയും അല്ലേ? പുരുഷാർത്ഥം എന്താ? പുരുഷാർത്ഥം ഒരു വ്യക്തി അയാളുടെ ജന്മം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്നതായ ചില ലക്ഷ്യങ്ങൾ, അത് നേരത്തെ പറഞ്ഞ ആധ്യാത്മികതയുടെ അങ്ങേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജന്മം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടുന്നതായ കാര്യങ്ങൾ തികഞ്ഞ അനാസക്തിയോടുകൂടി ചെയ്ത് തീർത്ത് ബാലൻസ് ഷീറ്റ് രണ്ട് വശത്തും വരവ് 0 ചെലവ് 0 എന്നുള്ള നിലയിലാക്കി അവസാനിപ്പിച്ചിട്ട് വേണം പോവാൻ എന്നുള്ളതാണ്. സാധിക്കില്ല, അല്ലെങ്കിൽ സാധിക്കാറില്ല. അതിനാണ് ശ്രമം. അതിനെ പല പേരിലും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യും. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പേര് മോക്ഷം എന്നാണ്. അപ്പം എവിടെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുന്നതിന് മോക്ഷപ്രാപ്തി വേണം എന്നാണ്. അതിനെ മറ്റു പലതരത്തിലും പറയും. നമ്മുടെ ഉള്ള ആത്മാവ്, ജീവതത്വം, പ്രാണൻ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പരമമായിരിക്കുന്ന ശുദ്ധ സ്വരൂപമായിരിക്കുന്ന ഒരു ശക്തിവിശേഷത്തിലേക്ക്, പരമാത്മാവിലേക്ക് ലയിച്ച് ചേരുന്നതോടുകൂടി പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ അത് ഓരോ സ്കൂളുകളാണ്. എന്തായാലും ബാലൻസ് ഷീറ്റ് 0 ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിനകത്തുണ്ട് എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുമ്പോഴാണ് പുരുഷാർത്ഥം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. വൈദ്യത്തിൽ വരുന്ന സമയത്ത് ഈ മോക്ഷം എന്ന് പറയുന്നത് പൊതുവെ ഒരു ചർച്ചയാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് വൈദ്യൻ എങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ പ്രസംഗിക്കാൻ പുറപ്പെട്ടാലുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം. അവിടെ സുഖം എന്നേ പറയുള്ളൂ. ഒരൊറ്റ വാക്ക് കൊണ്ട് കാമത്തെയും മോക്ഷത്തെയും ചേർത്ത് സുഖം എന്നൊരൊറ്റ വാക്കുകൾ അവസാനിപ്പിക്കും. അപ്പോൾ ധർമ്മം, അർത്ഥം, സുഖം. നിങ്ങൾക്കൊരു ആധ്യാത്മികമായ ഒരു ചായ്വുള്ള ആളാണെങ്കിൽ ആ സുഖം എന്നുള്ള വാക്ക് കൊണ്ട് ലൗകികമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള സുഖവും അത് ക്ഷണികമാണ്. അതിൻ്റെ അപ്പുറത്ത് ആത്യന്തികമായ പാരമാർത്ഥികമായ സുഖം എന്നുള്ള അർത്ഥത്തിൽ മോക്ഷത്തെയും നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം. ചേർത്ത് വച്ചില്ലെങ്കിലോ സുഖമെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഈ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം എന്നാണ്. അപ്പോൾ വൈദ്യത്തിലെ ഒരു പ്രമുഖനായിരിക്കുന്ന ആചാര്യ വാഗ്ഭടൻ എന്തിനാണ് നിങ്ങൾക്ക് ആയുസ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈദ്യം വേണം. എന്തിനാ? ആയുസ് ഉണ്ടാവാനാ. എന്തിനാണ് ആയുസ്?
ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ ആയുസ് കാക്ഷിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനായി പ്രയത്നിക്കുന്നത്? വൈദ്യത്തിൽ തന്നെ ഒരു ദിക്കിലൊക്കെ പറയും, ആയുസ്, അതുപോലെ ഐശ്വര്യം, വിദ്യ, യശസ്, ഇതൊക്കെ എനിക്ക് ആവശ്യത്തിനായി എന്ന് വിചാരിച്ച് അടങ്ങിയിരിക്കരുതെന്ന്. നിരന്തരം അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയുസ്സാണ്. എന്തിനാ ആയുസ് വർദ്ധിപ്പിക്കുന്നത്? അപ്പോൾ അവിടെ വാഗ്ഭടൻ തന്നെ ഉത്തരം പറയുകയാണ്, ഈ ആയുസ്സാണ് ധർമാർത്ഥ സുഖ സാധനമായിട്ടുള്ളത്. ഈ ആയുസ്സിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആയുസ്സിനെ നിങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ധർമാർത്ഥ സുഖങ്ങളെ സാധിക്കുന്നില്ല, പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ റിസൾട്ട് എന്താ? ബാലൻസ് ഷീറ്റ് 0 ആവുകയില്ല, വീണ്ടും ചക്രത്തിൽ തന്നെ കിടന്ന് കറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഒരു വലിയ പരിമിതിയാണ്. അതായത് നമ്മൾ ബുദ്ധിപരമായി എവിടെയൊക്കെ എത്തിയാലും, തത്വചിന്താപരമായി എത്രയൊക്കെ ഉയർന്നാലും, അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒരു സ്വത്വം, ഐഡൻറ്റിറ്റി എവിടെ ഒതുങ്ങുന്നു? ഈ ശരീരത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ പുറത്ത് ഇപ്പോൾ പ്രസാദ് എന്ന് പറയുന്നത് ആരാ? ആ സ്റ്റേജിലിരിക്കുന്ന ആ ശരീരം പ്രതിനിധാനം ചെയ്യുന്നൊരു സ്വത്വമാണ്. അതിൻ്റെ അപ്പുറത്തൊരു പ്രസാദിനെ സങ്കല്പിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. അയാളുടെ ആലോചന എന്തോ ആവട്ടെ, അയാളുടെ തൊഴിലെന്തോ ആവട്ടെ, അയാളുടെ കുലം എന്തോ ആവട്ടെ, അയാളുടെ മറ്റ് പെരുമാറ്റങ്ങൾ എന്തോ ആവട്ടെ, പ്രസാദ് എന്ന് പറയുന്നത് ആരാ? ആ സ്റ്റേജിലിരിക്കുന്ന ആ ശരീരം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ല എന്ന് ചുരുക്കം. ഇവിടെയാണ് വൈദ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. ഈ ശരീരത്തിനെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആയുസ്സിനെ പറ്റി സംസാരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരം കൊണ്ട് പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഗുരുദേവനൊക്കെ മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ടുള്ള ഒരാളാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ശരീരത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ, ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ, സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് വേറൊരു തത്വചിന്തയും സാധിക്കില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ഈ ശരീര കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു തത്വചിന്തയെ പറ്റി കൂടി ഗീതയിലൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഗീത നമ്മളോട് വലിയ തത്വചിന്തയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കർമ്മം ചെയ്യാൻ നിയുക്തനായിരിക്കുന്നത്? ആ കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏത് പ്രകാരത്തിലാണ് വേണ്ടത്? അല്ലേ? നമ്മൾക്ക് വളരെ റെസണേറ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് പ്രതിധ്വനികൾ ഉള്ളതായിരിക്കുന്ന പല നിരീക്ഷണങ്ങളും ഗീതാകാരൻ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രശസ്തമായിട്ട് നമ്മൾ പറയാറുള്ള പലതുണ്ടല്ലോ. ഇപ്പോൾ ഈ കർമ്മണ്യേവാധികാരസ്തേ എന്നൊക്കെ, എന്തൊരു കരുത്താണ് ആ ശബ്ദത്തിന്, എന്തൊരു ഊക്കാണ് ആ ശബ്ദത്തിന്. അതുണ്ടാക്കുന്ന ഒരു എക്കോ എത്ര കനത്തതാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ ഗീതാകാരൻ നടത്തും. അതിലൊരെണ്ണം നോക്കൂ, നിൻ്റെ ഈ ശരീരത്തിൽ ഞാനിരിക്കുന്നുണ്ട്. ഉടനെ നമ്മൾ വിചാരിക്കുക, ഭഗവാൻ നമ്മുടെ ശരീരത്തിലിരിക്കേണ്ടത് അത് ആത്മസ്വരൂപിയാണ്, ചിത് സ്വരൂപിയാണ്, ആനന്ദസ്വരൂപിയാണ്. ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഭഗവാൻ പറയണം എന്താ അറിയോ? ഞാൻ നിൻ്റെ ശരീരത്തിലിരിക്കുന്നത് വിശപ്പായിട്ടാണ്, അഗ്നിയായിട്ടാണ് ഞാൻ നിൻ്റെ ശരീരത്തിലിരിക്കുന്നത് എന്നാണ്. അതായത് വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില ചോദനകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം വിശപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ തത്വത്തുമ്മലാണ് ഈ ശരീരം നിലനിന്നു പോകുന്നത്. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചുള്ള, അല്ലെ, അങ്ങനെയുണ്ട്, സ്പിരിച്വാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. സ്പിരിച്വാലിറ്റി
ഭഗവാനെ പറ്റിയിട്ടുള്ള സങ്കല്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ ശരീരത്തിലിരിക്കുന്നത് വൈശ്വാനരനായിട്ടാണ്, അല്ലേ? അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. വേറൊരു ഫിലോസഫി ഇല്ല അതിനകത്ത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ആധ്യാത്മികത എന്നുണ്ടെങ്കിൽ, മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ഭഗവത് സ്വരൂപമായിരിക്കുന്ന വിശപ്പിനെ പറ്റിയിട്ടുള്ള ആലോചനയാണ് ആധ്യാത്മികത എന്ന് വന്നു ചേരും. വൈദ്യൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതും കൂടെ പരിഗണിക്കും എന്നർത്ഥം. അപ്പോൾ ആ വിശപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഗതി കേട്ടോ. അത് വൈദ്യത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വിശപ്പിനെ പറ്റിയിട്ടുള്ള ആലോചന വരുമ്പോൾ ഒരുപാട് നിറങ്ങൾ നമുക്ക്, ഒരുപാട് അടരുകൾ നമുക്കതിലേക്ക് ചേർക്കാൻ പറ്റും. ഒന്ന്, ഈ ഭൗതികമായിരിക്കുന്ന ശരീരത്തിൻ്റെ വിശപ്പാണ്. എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി വളർന്ന് വികസിച്ച് നിലനിന്ന് മെല്ലെ ക്ഷയിച്ച് നശിക്കുന്നു എന്നുള്ളതാണ്. ഈ 6 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയേ പറ്റൂ എല്ലാവർക്കും. ഇത് ശരീരത്തിൻ്റെ ഭാവവിശേഷങ്ങളാണ്. ഉണ്ടായി അവസാനിക്കുന്നു എന്നതുവരെയുള്ള ഈ അവസ്ഥകൾ ശരീരത്തിനുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നിലനിൽപ്പ്. ഇതിൻ്റെ പുറത്തൊരു നിലനിൽപ്പില്ല എന്ന് ചുരുക്കം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിശപ്പുകൾക്ക് ശരീരവും മനസ്സും ഒരേപോലെ ക്ഷേത്രങ്ങളാണ്, ഇരിപ്പിടങ്ങളാണ്. സുഖത്തിന് ശരീരം അടിസ്ഥാനമാണ്, മനസ്സടിസ്ഥാനമാണ്. ദുഃഖത്തിന് ശരീരം അടിസ്ഥാനമാണ്, മനസ്സടിസ്ഥാനമാണ്. വിശപ്പിന് ശരീരം അടിസ്ഥാനമാണ്, മനസ്സടിസ്ഥാനമാണ്. അപ്പം അവിടെ ആത്മാവ് എന്ന് നമ്മൾ പറയുന്നത് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മനസ്സായി മാറുകയാണ്. ഈ മനസ്സ് എന്താ യഥാർത്ഥത്തിൽ ചെയ്യണത്? വളരെ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ മൂക്കുകൊണ്ട് മണമറിയാം, കണ്ണുകൊണ്ട് രൂപം കാണാം, പ്രകാശം കാണാം, നാക്കുകൊണ്ട് രസമറിയാം, തൊലി കൊണ്ട് തൊട്ടറിയാം, ചെവി കൊണ്ട് കേട്ടറിയാം. എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ അറിയാം എന്ന് നോക്കിയാണ്. അറിവ് നേടാനുള്ള ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. പക്ഷെ അവയ്ക്ക് ജീവനില്ല. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം അവ സജീവങ്ങളായ പോലെ പെരുമാറുകയാണ്. ബുദ്ധി ആത്മാവിൻ്റെ ഗുണമാണ്. പക്ഷെ ആത്മാവിന് അതിൽ യാതൊരു താല്പര്യവുമില്ല. ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷം ഉണ്ടാകേണ്ടത് ബുദ്ധിയിലാണ്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണ്. ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഞാൻ ഒരു പുഷ്പത്തെ കാണുന്നു, വളരെ മനോഹരമായൊരു പുഷ്പത്തെ കാണുന്നു. കണ്ണ് ആ പുഷ്പവുമായുള്ള ആ ചേർച്ചയിൽ കണ്ണ് എന്തിനെയോ ഒന്ന് ഗ്രഹിക്കുന്നുണ്ട്. ആ ഗ്രഹിച്ച ആ സംജ്ഞയെ എൻ്റെ ബുദ്ധിയിലേക്ക് എത്തിക്കാത്തിടത്തോളം കാലം ഞാനിതൊരു പൂവാന്ന് മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇതാരാണ് എത്തിക്കുക? മനസ്സാണ് എത്തിക്കുക. ഇന്ദ്രിയങ്ങളെ ബുദ്ധിയുമായി ആത്മാവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് മനസ്സാണ്. അവിടെയാണ് ഒരു വലിയ തന്ത്രം കിടക്കുന്നത് യഥാർത്ഥത്തിൽ. അയാളുടെ സൂത്രപ്പണികൾ മുഴുവൻ നടക്കാൻ പോകുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലാത്ത ആത്മാവിനെ സംബന്ധിച്ച് മനസ്സ് എന്ത് പറഞ്ഞു കൊടുക്കണോ അതാണ് കാര്യം. അപ്പോൾ കണ്ടത് ഒരു പുഷ്പമാണ് എന്നും ഇത് ചുവന്ന നിറത്തിലുള്ളതാണ് എന്നും ഇത് ഈ നാട്ടിൽ സാധാരണ കാണുന്നതാണെന്നും ഇതിൻ്റെ പേര് പനിനീർ പുഷ്പം എന്നാണെന്നും ഒക്കെ ആരവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം? മനസ്സ് ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത് യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ്.
അവിടെ നമ്മളുടെ അടുത്തുള്ള ബോക്സിൽ കൊണ്ടൊരു കത്തിട്ട് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് അതൊന്ന് എടുത്തു കൊണ്ടുപോയി അഡ്രസ്സുള്ള ആൾക്ക് കൊടുക്കും. അഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്ന ആൾക്ക് പഴയ മട്ടിലൊക്കെ ഇപ്പോൾ ഒക്കെ ഇമെയിലും വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും പരിചയം ഉണ്ടാവില്ല. അവിടെ എഴുത്ത് കിട്ടുന്ന ആൾക്ക് വായിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കുക. കുറച്ച് മുൻപൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഉടനെ അവരെന്ത് ചെയ്യും, പോസ്റ്റ്മാനോട് തന്നെ ഇതൊന്നും പൊട്ടിച്ച് വായിച്ചു തരാൻ പറയും. അതോടുകൂടി എന്തായി, ഈ കത്തിലുള്ള വിവരം എന്താണെന്ന് ഈ അഡ്രസ്സിലുള്ള ആൾ അറിയാൻ പോകുന്നത് പൂർണ്ണമായും പോസ്റ്റ്മാൻ്റെ വാക്കുകളിൽ കൂടെയാണ്. അയാളത് വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു മൂളലൊന്ന് അമർത്തി മൂളിയാൽ മതി, ചിലപ്പോൾ ഈ മെസ്സേജിൻ്റെ മുഴുവൻ താല്പര്യവും മാറിപ്പോകും. ഞാൻ വരുന്നില്ല എന്ന് മകൻ അച്ഛന് കത്തെഴുതിയിരിക്കുക എന്ന് വിചാരിക്കുക. അയാൾക്ക് ജോലി തിരക്കുണ്ടോ എന്താണ്, ഈ പോസ്റ്റ്മാൻ ഇത് വായിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്നൊരു മൂളിയാൽ മതി അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിത്രം മാറാനായിട്ട്. ഇയാൾ വല്ലതും വായിക്കാതെ വിട്ടുവോ, അടുത്തത് വേറെ എന്തോ അല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇയാളെന്നോട് പറയാത്തതല്ലേ എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കാൻ ആ ഒരു മൂളൽ മതി. ഈ കളിയാണ് മനസ്സ് കളിക്കുന്നത് എന്നർത്ഥം. ഈ പൂവിനെ കണ്ടതിന് ശേഷം ഒട്ടനെ ഇയാൾ ചെന്ന് ആ ചെടി അങ്ങനെ തന്നെ കയ്യോടെ പറിച്ചു കളയുകയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വളരെ മനോഹരമായിരുന്നു എന്ന് വിചാരിച്ച പുഷ്പം കണ്ട ഉടനെ ഈ വ്യക്തി ചെയ്യുന്നത് ആ ചെടി മുഴുവൻ പറിച്ചു കളയുകയാണ്. എന്താ കാരണം? മനസ്സ് പറഞ്ഞത് ഇത് ആ റോസപ്പൂവാണ്, ഇതിൻ്റെ മുള്ളു കൊണ്ടിട്ടാണ് ഇന്നലെ ആ കുട്ടിയുടെ കൈ മുറിഞ്ഞത് എന്നാ മനസ്സ് പറയാൻ പോണത്. ഉടനെ ഇദ്ദേഹത്തിന് പൂവിൻ്റെ മനോഹാരിതയല്ല പ്രശ്നം, ഇന്നും കുട്ടി പുറത്തിറങ്ങുമ്പോൾ മുള്ളു കൊള്ളരുത് എന്നുള്ളതാണ് പ്രധാനം. ചെടിയുടെ കൂടി വലിച്ചു കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഈ നിറം കലർത്തൽ നമ്മൾ നേരത്തെ പറഞ്ഞ ത്രിഗുണങ്ങളെ കൊണ്ട് മനസ്സ് കൈവരിക്കുന്ന ഒരു ശേഷിയാണ്. എങ്ങനെയാണ് ബുദ്ധിക്ക് ഒരു വിവരം ഫീഡ് ചെയ്യപ്പെടുന്നത് എന്നത് പൂർണ്ണമായും മനസ്സിൻ്റേതാണ്. ഈ മനസ്സാണ് നമ്മളെ കുടുക്കിൽപ്പെടുത്തുന്നത്. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന, സംഘം എന്ന് പറയുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതി ഉണ്ടാക്കുന്നത് ഈ മനസ്സാണ്. ഈ മനസ്സാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ശരിയല്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഈ മനസ്സാണ് കുട്ടികളെ കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആളേക്കാൾ എനിക്ക് കേമനാവണം എന്ന് തോന്നിപ്പിക്കുന്നത്. അയാൾ എത്ര മിടുക്കനാണെങ്കിലും ഒന്നിനും കൊള്ളരുതാത്തതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട് എന്ന് നാട് മുഴുവൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അയൽവക്കക്കാരൻ്റെ വീട് കെങ്കേമമാണെങ്കിലും അതിലൊരു ചെറിയ ഓട് പൊട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ മനസ്സിനെ കൊണ്ടാണ്. ഇത് മാറ്റാൻ കഴിയുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ സാർവലൗകികമായിരിക്കുന്ന ദൈനംദിനപരമായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിശീലനത്തിൻ്റെ ആവശ്യം എന്നർത്ഥം. ഈ വിഷയം വെറും മരുന്നെഴുത്ത് മാത്രമല്ലാതെ വൈദ്യത്തിൽ വളരെ വിപുലമായിട്ട് ചർച്ച ചെയ്യും. അതിന് പൊതുവിൽ പറയുന്ന പേര് സദാചാരം എന്നാണ്, അല്ലെങ്കിൽ സദ്വൃത്തം എന്നാണ്, അല്ലെങ്കിൽ ആചാരരസായനം എന്നാണ്. ആചാരരസായനം, രസായനം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി കഴിക്കുന്ന മരുന്നാണ്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് കുപ്പിയിലെടുത്ത് സ്പൂൺ കൊണ്ടെടുത്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടുന്ന രസായനം എന്തോ അതാണ് ആചാരരസായനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ ഏറ്റവും കാതലായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ദൈനംദിന ജീവിതത്തിൽ പ്രസക്തങ്ങളായിട്ടുള്ള കുറേ സംഗതികൾ. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സംഗതി എന്താ അറിയോ? നേരത്തെ പറഞ്ഞ അഹംബോധം സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ വേർതിരിവിനെ മറികടക്കാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ്. എന്താ അത്? ആ വേർതിരിവ് ഞാനും ഞാനല്ലാത്തതും. ഞാൻ ശ്രേഷ്ഠൻ, പരൻ, ബാക്കിയൊക്കെ അപരൻ. ഈ അപരനെ നിർമ്മിച്ചെടുക്കാനുള്ള നമ്മളുടെ ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്കെല്ലാവർക്കും അങ്ങനെയുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്, വളരെ ഭൗതികമായിരിക്കുന്ന, വളരെ
താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു അർത്ഥത്തിൽ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. അതിൻ്റെ അപ്പുറത്ത് അങ്ങേയറ്റം ഒരുപാട് മൂല്യവത്തായ ആശയങ്ങളെ വെച്ചുകൊണ്ട് നമുക്കിതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന്, സ്പിരിച്വാലിറ്റി ഈസ് ദ ആർട്ട് ഓഫ് റിലേറ്റിംഗ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് റിലേറ്റിംഗ് ആണ്. റിലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമായിട്ട് നമ്മളെ തന്മയീഭാവം എത്തിപ്പെടാൻ സഹായിക്കുക, അതുമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കുക, അതിൻ്റെ കൂടെ ഞാനുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും പഠന സമയത്തൊക്കെ ഈ ദാർശനികമായ പഠനങ്ങളുടെ സമയത്ത് ചില മഹത് വാക്യങ്ങൾ പഠിക്കുമല്ലോ. അതിലൊരെണ്ണമാണ് തത്വമസി എന്ന് പറയുന്നത്. തത്വമസി, ത്വം തത് അസി. നമ്മളോട് നമ്മുടെ ഗുരുനാഥൻ അല്ലെങ്കിൽ നമ്മുടെ മാർഗദർശിയായിരിക്കുന്ന ആൾ പറയാണ്, നീ അത് തന്നെയാകുന്നു. ത്വം തദസി, നീ അതാണ്. അവിടെ വലിയ അർത്ഥം നീ നേരത്തെ പറഞ്ഞ ആ ശുദ്ധബോധത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. നീ മറ്റൊന്നിനേക്കാൾ ചെറുതോ വലുതോ അല്ല, മികച്ചവനോ താഴ്ന്നവനോ അല്ല. നീ ആ ശുദ്ധബോധത്തിൻ്റെ തന്നെ ഭാഗമാണ്. നീ അത് തന്നെയാണ് തത്വമസി എന്ന് പറയുന്നത്. ഏറ്റവും താഴെ നമ്മളെപ്പോലെയുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ അർത്ഥം എന്താ വരാൻ പോണത്? ആ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. അയാൾക്ക് എൻ്റെതുപോലെ തന്നെയുള്ള വികാരങ്ങളും വിചാരങ്ങളുമുണ്ട്. അയാളുടെ ദുഃഖം എൻ്റെ ദുഃഖം തന്നെയാണ് എന്ന തിരിച്ചറിവാണ്. അതിൻ്റെ അടുത്ത ലെവലിൽ അതൊരു എൻലൈറ്റൻമെൻറ്റിൻ്റെ അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? ആ തിരിച്ചറിവ് അഹം ബ്രഹ്മാസ്മി എന്നാണ്. അവിടെ ഈ അപരനിർമ്മിതി ഇല്ല എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞ മനസ്സ് ബേസിക്കലി എന്താണോ ചെയ്യുന്നത്, ഞാനല്ലാത്തത് എന്ന ആ അപരനിർമ്മാണത്തെ ഇല്ലാതാക്കുക ചെയ്യുന്നു. ഞാൻ ആ ശുദ്ധബോധം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ആ നിൽക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് പറയുന്നത്. അപ്പം എന്തായി? എൻ്റെ പ്രവൃത്തികൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെയാണോ എനിക്ക് വിരോധമാവാത്തത് ഞാൻ ചെയ്യാത്തത്, അതുപോലെ അതെന്തായിരിക്കില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും വിരോധമായി തീരില്ല. ഇത് ദൈനംദിന ജീവിതത്തിലെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു തത്വമാണ്. ഏറ്റവും വലിയ തത്വമാണ്. നമ്മളോടിത് പലതരത്തിൽ നോക്കൂ. വസുധൈവ കുടുംബകം എന്ന് പറയുന്ന സമയത്ത് ഈ ലോകം മുഴുവനും എൻ്റെ കുടുംബമാണ്. വള്ളത്തോള് ഈ എന്താണ്, പുൽക്കളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് പറയുന്ന സമയത്ത് ഈ തത്വത്തിൻ്റെ വളം അതിന് കിട്ടിയിട്ടുണ്ട്, വെള്ളം അതിന് കിട്ടിയിട്ടുണ്ട് എന്ന് ചുരുക്കം. വള്ളത്തോളത് പറയുന്ന സമയത്തല്ലേ അവിടെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ പറയുകയാണ്, താഴ്മതാൻ അഭ്യുന്നതി എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിലല്ലേ ഈ ലോകമേ തറവാട് തനിക്ക് പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ഇതുതന്നെയാണ് ഉപനിഷത്തിൽ പറയുന്ന വസുധൈവ കുടുംബകം എന്ന് പറയുന്നത്. വൈദ്യത്തിലെത്തുമ്പോൾ എന്തു പറയും? ആത്മവത് സതതം പശ്യേത് അഭികീടപിപീലികം എന്ന് പറയും. കീടങ്ങളെയും ചെറുപ്രാണികളെയും ഉറുമ്പുകളെയും പോലും ആത്മവത് പശ്യേത്. ആത്മവത് എന്നുള്ളതിന് രണ്ടർത്ഥമാണ്. ഒന്ന്, അവയ്ക്കും ആത്മാവുണ്ട് എന്ന നിലയിൽ പരിഗണിക്കണം. രണ്ട്, ആത്മവത്, ആത്മാവ് എന്നുള്ളതിന് അവനവൻ എന്നർത്ഥമുണ്ട്. ആത്മവത് എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ കാണണമെന്നാണ്. ഈ ചെറുപ്രാണികളെയും എറുമ്പുകളെയും പോലും നിന്നെപ്പോലെ തന്നെ കാണണം എന്ന് പറയുന്ന സമയത്ത് തത്വമസിയുടെയും അഹം ബ്രഹ്മാസ്മിയുടെയും, പക്ഷെ അതൊരു വലിയ ദാർശനിക തത്വമായിട്ടല്ല, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാനുള്ള ആധ്യാത്മികതയുടെ ഒരു വലിയ സ്വരൂപമാണ്. അതാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് നമ്മളോട് ഗുരുദേവൻ നമ്മളോട് പറയുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ അവനവൻ
ആത്മസുഖത്തിനാചരിക്കുന്നവ അപരസുഖത്തിനായി വരേണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നർത്ഥം. പക്ഷേ ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളല്ല എന്നുള്ളിടത്താണ്. ഇത് വാക്കല്ല, പ്രവൃത്തിയായിട്ട് മാറേണ്ടുന്ന വിത്താണ് എന്ന് പറയുന്നിടത്താണ് എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആധ്യാത്മികത കൊണ്ടുവരാൻ പറ്റുക എന്ന് തിരിച്ചറിയുന്നത്. ഇതുപോലുള്ള ഒരുപാട് സംഗതികളുടെ ഒരു സമാഹാരമാണ് ആയുർവേദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വൈദ്യം എന്ന് പറയുന്നതിൽ മരുന്ന് കുറിച്ച് കൊടുക്കലായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് യഥാർത്ഥത്തിൽ വൈദ്യം. കാരണം ഒരു മഹാവൈദ്യനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അതിലുള്ള സകല ചരാചരങ്ങളുടെയും ദുഃഖം തീർക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരു മഹാവൈദ്യനെ സംബന്ധിച്ചാണ്. വാഗ്ഭടനൊക്കെ പറയുക അപൂർവ വൈദ്യൻ എന്നാണ്. ആ അപൂർവ വൈദ്യനെ സ്മരിച്ചുകൊണ്ടാണ് അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഒരു മഹാവൈദ്യൻ ഒരു അപൂർവ വൈദ്യനായത്? അദ്ദേഹം രാഗാദികളെ ശമിപ്പിച്ചു. രാഗം, ദ്വേഷം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇതാണ് ഏറ്റവും വലിയ രോഗങ്ങൾ എന്നാണ്. അതുകൊണ്ട് രാഗാതിരോഗം എന്ന് പറയും. രാഗാതിരോഗം എന്നുള്ളതിന് ഒരു കൂട്ടം രോഗങ്ങൾ പറഞ്ഞിട്ട് അതിൽ ആദ്യത്തേത് രാഗമാണെങ്കിൽ രാഗാദി എന്ന് പറയാം. ഞങ്ങൾ വൈദ്യന്മാരെ ഇപ്പോൾ ഉദാഹരണത്തിന് സഹചരാദി എന്ന് പറഞ്ഞൊരു കഷായം എഴുതും. സഹചരാദി കഷായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മരുന്നുകളിൽ ആദ്യത്തെ മരുന്നിൻ്റെ പേര് സഹചരമായതുകൊണ്ട് യോഗം സഹചരാദി. രാഗാദി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് രോഗങ്ങളാണ്. അതിൽ ആദ്യത്തേത് രാഗം, അതുകൊണ്ട് രാഗാദി. വേറെ ഒരർത്ഥം പറയാം, എല്ലാ രോഗങ്ങളും, അത് ക്യാൻസർ ആവട്ടെ, ഹൃദ്രോഗമാവട്ടെ, പ്രമേഹമാവട്ടെ, വയറുവേദനയാവട്ടെ, തലവേദനയാവട്ടെ, ഉറക്കക്കുറവാവട്ടെ, എല്ലാം രാഗത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന സൂചനയും അതിലുണ്ട്. രാഗം എന്താ? രാഗം തനിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത, ഏറെക്കുറെ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു വസ്തുവിൽ, ഒരു വിഷയത്തിലുള്ള അടക്കാൻ പറ്റാത്ത ആഗ്രഹത്തിനെയാണ് എന്തെന്ന് പറയണത്? രാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ദുരന്തം ആ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് വരുന്നതാണ് അല്ലേ? ഗീതാകാരൻ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായതേ. അതിനോട് അടുപ്പായി സംഗാത് സഞ്ജായതേ കാമഹ കാമാത് ക്രോധോപജായതേ. ക്രോധം തുടങ്ങിയ എന്തായി? ക്രോധാത് ഭവതി സമ്മോഹ. പിന്നെ ശരിതെറ്റുകളെ പറ്റിയിട്ടോ വീണ്ടും വിചാരങ്ങളൊന്നുമില്ല. സമ്മോഹാത് സ്മൃതി വിഭ്രമ. നഷ്ടപ്പെട്ടു. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. ബുദ്ധിനാശാൽ പ്രണശ്യതി. രാഗാദിയാ തുടങ്ങിയത്, രാഗത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ളതായ ആ രാഗാദി രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനുള്ള മാർഗം ഉപദേശിച്ച അപൂർവ വൈദ്യനെ നമസ്കരിച്ചുകൊണ്ടാണ് വൈദ്യം ആരംഭിക്കുന്നതെന്നർത്ഥം. അല്ലാതെ കഷായം എഴുതി കൊടുക്കലല്ല. അത് ശരീരത്തിൻ്റെ തരത്തിലേ ആയുള്ളൂ. അത് ശരീരത്തിൻ്റെ തരത്തിലേ ആയുള്ളൂ. മനസ്സിൻ്റെ തലത്തിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മികമായ അർത്ഥത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. വൈദ്യത്തിൽ ആധ്യാത്മികം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. അത് വൈദ്യത്തിൽ മാത്രമല്ല. നമ്മളിപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. വൈദ്യത്തിൽ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ശൈവ സ്കൂളൊക്കെ അനുസരിച്ച് നോക്കിയാൽ താപത്രയം എന്നൊക്കെ പറയും, ദുഃഖത്രയം ഇല്ലേ? നമ്മളിപ്പോൾ ഈ ഓം ശാന്തി 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 എന്ന് പറയും. 3 പ്രാവശ്യം ശാന്തിയാ. എന്താ 3 പ്രാവശ്യം ശാന്തി? 3 തരത്തിലുള്ള ദുഃഖങ്ങളും ശമിക്കട്ടെ എന്നാ. ഏതൊക്കെയാ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ? ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നാണ്. അവിടെ ആധ്യാത്മികത്തിന് എന്താ അർത്ഥം? അവിടുത്തെ ആധ്യാത്മികത്തിനർത്ഥം സ്പിരിച്വലായിട്ടുള്ള ദുഃഖം എന്നല്ല. സ്പിരിച്വലായാൽ ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ശാരീരികം എന്നാണ്. സമനസ്കമായിരിക്കുന്ന ശരീരം എന്നാണ് അവിടുത്തെ ആധ്യാത്മികത്തിനർത്ഥം. അപ്പോൾ ആധ്യാത്മികമായിരിക്കുന്ന ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ പനി ആധ്യാത്മികമായിട്ടുള്ള ദുഃഖ, തലവേദന ആധ്യാത്മികമായിട്ടുള്ള ദുഃഖ, ഉറക്കക്കുറവ് ആധ്യാത്മികമായിട്ടുള്ള ദുഃഖ.
വിഷാദം ആധ്യാത്മികമായിട്ടുള്ള മനസ്സിനെയും ശരീരത്തിനെയും ആസ്പദിച്ച് വാതപിത്ത കഫങ്ങളെ കൊണ്ടും രജസ്തമസ്സുകളെ കൊണ്ടും ഉണ്ടാകുന്നതായ രോഗങ്ങളാണ് ആധ്യാത്മിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ മറികടക്കാനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഈസ് ദ ആർട്ട് ഓഫ് റിലേറ്റിങ്ങിലേക്ക് എത്തുകയാണ്. അത് അവനവനിലേക്ക് തന്നെ തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കും, അപരനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കും, ദ ഹയർ സെൻസിലേക്ക്, ആ പരമമായിരിക്കുന്ന തത്വത്തിലേക്ക്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞോടത്തുകൂടി ഞാൻ അതുമായി തന്മയി ഭാവമേൽക്കുകയാണ്. അതേ സമയത്ത് ആത്മവത് സതതം പശ്യേത് അഭി കീടപിപീലികം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരുമായിട്ട് ഒരു താതാത്മ്യം വരികയാണ്. അതേപോലെ തന്നെ പ്രകൃതിയുമായിട്ട്, മണ്ണുമായിട്ട്, വിണ്ണുമായിട്ട്, വെള്ളവുമായിട്ട്, വെളിച്ചവുമായിട്ട് ഒക്കെയുള്ള ഒരു താതാത്മ്യം സ്ഥാപിച്ചെടുക്കലാണ്, അതിന് പ്രയത്നിക്കലാണ്. പരസ്പര വിരുദ്ധമല്ലാതെ കണ്ട് പുരുഷാർത്ഥങ്ങളെ നേടാൻ പ്രയത്നിക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പിന്തുടരാവുന്ന ഒരു ആധ്യാത്മിക മാതൃക എന്നതാണ് ഒരു പക്ഷേ എനിക്ക് ഈ ഇത്ര അനുവദിച്ച് തന്നിട്ടുള്ള സമയം കൊണ്ട് കൈമാറാനുള്ള വൈദ്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള ഒരു മെസ്സേജ്. ഇത്രയും നേരം ഇത് കേട്ടിരുന്നതിന് എൻ്റെ കടപ്പാട്, സ്നേഹം, ചാരിതാർത്ഥ്യം ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. മള്ളിയൂർ തറവാടിനും ഇവിടുത്തെ കാരണവന്മാർക്കും തിരുമേനിമാർക്കും ഒക്കെ എൻ്റെ നന്ദി, കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും മള്ളിയൂർ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ച ഡോക്ടർ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ സുനേത്രി ആയുർവേദ ആശ്രം അതിൻ്റെ ഡയറക്ടറാണ്. വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ ശിഷ്യനാണ് എന്ന് അദ്ദേഹം തന്നെ പ്രഭാഷണ മധ്യേ സൂചിപ്പിക്കുകയുണ്ടായി. ആയുർവേദ മേഖലയിൽ ഒട്ടനവധി ക്ലാസ്സുകൾ നയിച്ചു വരുന്ന ഒരധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ് ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോൾ നൽകുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ